പ്രൈസ് ഗോഡ്. കുയില് പാടുന്നത് നാഷണൽ അവാർഡ് കിട്ടാനല്ല. അതിന് കിട്ടിയിരിക്കുന്ന ഒരു ഗിഫ്റ്റ് അതങ്ങ് ചെയ്യുക. പാടുന്നതിൻ്റെ പേരിലല്ല അതിൻ്റെ ദൈനംദിന ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ നടക്കുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. നമ്മളെല്ലാവരും യുണീക്കാ. അതുകൊണ്ടല്ലേ നമ്മുടെ തമ്പ് ഇംപ്രഷൻ വേറൊരാൾക്കില്ലാത്തത്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന കഴിവുകൾ, നമുക്ക് നമ്മളെക്കൊണ്ട് ഉദ്ദേശിക്കുന്ന ദൈവത്തിൻ്റെ ഉദ്ദേശം എന്തുവാണോ അതിനെ നമ്മൾ വളരെ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോവുക. അവിടെ നമ്മൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണും. നമുക്ക് വേറൊരാളെ നോക്കി വേറൊരു സംഭവത്തിനെ ഓർത്ത്, അതായത് ഈ ജയവും തോൽവിയും എന്നൊക്കെ പറയുന്ന ആ പർട്ടിക്കുലർ സമയത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതിൻ്റെ റിസൾട്ടാണ്. അത് നോക്കി ജയിച്ചു, പിന്നെ ഞാൻ ഭയങ്കര സംഭവമാണ്, അടിച്ചു പൊളിച്ച് ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ചു എന്ന് പറഞ്ഞ് നമുക്ക് എന്നും നിൽക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നമുക്കത് പറ്റിയില്ല, ഞാൻ ഉദ്ദേശിച്ച കാര്യം ചെയ്യാൻ ഒത്തില്ല, ഞാൻ തോറ്റുപോയി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് വിഷമിക്കേണ്ട കാര്യവുമില്ല. ദൈവവചനം പറയുന്നത് അതല്ല, പിമ്പിലുള്ളതിനെ മറന്ന് ഹല്ലേലൂയ മുമ്പിലേക്ക് ആ ഒരു ലാക്കിൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ നമ്മുടെ പ്രസന്റ് സിറ്റുവേഷനെയോ പാസ്റ്റ് സിറ്റുവേഷനെയോ ഒന്നും അതിനെ നോക്കി ഉണ്ടാവുന്നതല്ല. ആദിയിൽ തന്നെ അന്ത്യം അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം ഇന്നും ജീവനോടെ ഇരിപ്പുണ്ട്. ഗോഡ് ബ്ലെസ് യു.